റോഡില്ല, കുന്നിൻ മുകളിൽ പ്രസവിച്ച ആദിവാസി യുവതി. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു ജില്ലയിലാണ് സംഭവം. പൂർണ്ണഗർഭിണിയായ യുവതിയെ സ്ത്രീകൾ ചുമന്നാണ് കൊണ്ടുപോയത്. വഴിയരികിൽ വെച്ച് യുവതി കുഞ്ഞിന് ജന്മം നൽകി. പിന്നീട് അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ എത്തിച്ചു. പ്രദേശത്തേക്ക് റോഡില്ലാത്തതിനാൽ ഇതിനു മുൻപും ഇതിന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടത്രേ. കെ ബി ശ്രീധരൻ ചേർന്ന്. ഗുഡ് മോർണിംഗ് ശ്രീധരൻ. വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. ഇതിനു മുൻപും ഒരുപാട് പേർക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവിടെ അതിനുള്ളൊരു സംവിധാനം ഒരുക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ആശങ്ക, അല്ലേ? മോത്തി, ഗുഡ് മോർണിംഗ്. ഏതായാലും അത്ര നല്ല വാർത്തയല്ല, നല്ല ദൃശ്യങ്ങളല്ല നമ്മൾ പങ്കുവെക്കുന്നത്. ഏതായാലും വല്ലാത്തൊരു കഷ്ടപ്പാടാണ് ആ നാട്ടിലുള്ള ആളുകൾക്കെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ കണ്ടറിയാം. ഈ അല്ലൂരി സീതാരാമരാജു എന്നുള്ളത് ഒരു പട്ടികവർഗ വിഭാഗങ്ങളൊക്കെ, ആദിവാസി വിഭാഗങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു പ്രദേശമാണ്. പല കാലങ്ങളായിട്ട് ഇവരുടെ ഒരു ഡിമാൻഡാണ് ഇവരുടെ മേഖലയിലേക്ക് ഒരു വാഹനം പോകുന്ന ഒരു വഴി വേണം എന്നുള്ളത്. പക്ഷേ ഈ മാറി മാറി വരുന്ന സർക്കാരുകളോ ജനപ്രതിനിധികളോ ഇതൊന്നും ഇതുവരെ കേട്ടില്ല. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ യുവതി അനുഭവിക്കേണ്ടി വന്നത്. കിലോമീറ്ററുകളോളം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. സ്ത്രീകളാണ് ആ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ആ പെൺകുട്ടിയെ ചുമന്ന് കൊണ്ടുവരുന്നത്. കുറേ കഴിയുമ്പോൾ അവർക്ക് തന്നെ അത് അവരെ ചുമക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. തുടർന്ന് റോഡിൽ ഒരു കുന്നിൻ മുകളിലാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ. ആ വഴിയിൽ വെച്ച് തന്നെ ആ പെൺകുട്ടി പ്രസവിക്കുകയാണ് ഉണ്ടായത്. അമിത രക്തസ്രാവമൊക്കെ ഉണ്ടായി. പിന്നീട് എങ്ങനെയോ ഇവരെ പുറത്തെത്തിച്ചാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഒരു പെൺകുഞ്ഞിന് ആ സ്ത്രീ ജന്മം നൽകുകയും തുടർന്ന് അമ്മയും കുഞ്ഞും മതിയായ ചികിത്സ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. നേരത്തെ ഈ അല്ലൂരി സീതാരാമരാജു ജില്ലയിൽ തന്നെ ഈ ചികിത്സ കിട്ടാതെ അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാനാവാതെ ആളുകൾ മരിക്കുന്നതൊക്കെ സ്ഥിരം സംഭവമാണ്. പലരും ഈ കിലോമീറ്ററോളം ഈ ചുമലിലേറ്റി മഞ്ചലിലൊക്കെ ഏറ്റിയാണ് ആളുകളെ പുറത്ത് എത്തിക്കാറ്. ഏതായാലും അന്ന് മുതൽ തന്നെ, പണ്ട് മുതൽ തന്നെ ഇവിടേക്ക് റോഡ് വേണമെന്നൊക്കെ ഇവർ പലപ്പോഴും ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷവും ചെറിയൊരു പ്രതിഷേധമൊക്കെ അവിടെ നടത്തുകയും ചെയ്തു. പക്ഷേ ഈ പാവങ്ങളുടെ പ്രതിഷേധം പലപ്പോഴും ഈ ബധിര കർണങ്ങളിൽ ചെന്നാണ് അവസാനിക്കാറ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ കേരളത്തിലും ബാംഗ്ലൂരൊക്കെ ഇരിക്കുമ്പോൾ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളൊക്കെ അതിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ അയ്യോ എന്നുള്ളൊരു ചിന്ത വരും. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും നമ്മുടെ ഭാരതത്തിൽ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ ാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്നത്. ശരിയാണ് ശ്രീധരൻ. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് എന്നിതൊക്കെ കാണുമ്പോൾ ആലോചിച്ചു പോകുന്നു. അത്യാവശ്യം വഴികളും യാത്രാ സൗകര്യവും വാഹന സൗകര്യവും ഒക്കെ നമുക്കുണ്ട്. ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് നമുക്ക് ചുറ്റും.